കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്നൊരു ചൊല്ലുണ്ട്. പഴയൊരു പറച്ചിലാണ്, അനാദികാലം മുതലേ ഉള്ളതാണ്. നമ്മളതിന് ക്ലീഷ എന്നൊക്കെ പറയും. അതിപ്പോഴും പക്ഷേ ബാധകമാണ്. അത് രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും ബാധകമാണ്. അല്ലെങ്കിൽ ഈ CPI വല്ല ആവശ്യമുണ്ടായിരുന്നു ഈ പണിക്ക് പോയിട്ട്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് നേരിട്ടത്. CPMന് തന്നെ ആ കൂടി 26 സീറ്റേ കിട്ടിയുള്ളൂ. പ്രതിപക്ഷ നേതൃസ്ഥാനം കൊണ്ട് മാത്രമേ CPMന് തൃപ്തി വരൂ. അവരാണ് ഏറ്റവും വലിയ പാർട്ടി. പക്ഷേ ഉപനേതൃസ്ഥാനം വേണമെന്ന് CPI ആവശ്യപ്പെട്ടാലോ? CPI രണ്ടാമത്തെ പാർട്ടിയാണ്. ഈ പ്രതിപക്ഷ സ്ഥാനം കൊണ്ട് മാത്രം CPMന് തൃപ്തിപ്പെടാൻ സാധിക്കുമോ? അപ്പോഴാണ് CPI കയറി ഒരു കൊത്തുന്നത്. ഉപനേതൃസ്ഥാനം, പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അത് കിട്ടിയേ പറ്റൂ. അതിന് നമ്മൾ ഏത് അറ്റം വരെയും പോവും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നു, പാർട്ടി കമ്മിറ്റി പറയുന്നു, എന്തിന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറയുന്നു, ഞങ്ങൾക്കിത് അവകാശപ്പെട്ടതാണ്, ഞങ്ങളിത് വാങ്ങിച്ചെടുക്കും, യാതൊരു സംശയവും വേണ്ട, ഇത് കിട്ടിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന സമിതി പോലും ചേരാൻ വരാതെ പോയത്. ഇന്നലെ 3 മാസത്തിന് ശേഷം ആ കമ്മിറ്റി ഒന്ന് ചേർന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കുകയല്ലേ, സഖാവേ എന്താ നമ്മൾ ഈ കഴിഞ്ഞ 3 മാസമായിട്ട് ഒന്ന് ചേരാതിരുന്നത്? ഞങ്ങൾ ഓരോ പാർട്ടിക്കാരും, ചെറുതും വലുതുമായ ഓരോ പാർട്ടിക്കാരും, CPM അടക്കം CPI അടക്കം തെരഞ്ഞെടുപ്പ് പരാജയത്തെപ്പറ്റി ചർച്ച ചെയ്ത് തയ്യാറായിരിക്കണോ എന്ന് സംസാരിക്കാൻ, അതൊന്ന് അവതരിപ്പിക്കണ്ടേ? എന്തേ ഇതുവരെ ചേർന്നില്ല? അങ്ങനെ ഒരൊറ്റ കുഞ്ഞുപോലും ചോദിച്ചില്ല. പക്ഷെ തുടക്കത്തിൽ TP രാമകൃഷ്ണൻ കൺവീനർ പറഞ്ഞു, ചില പ്രത്യേക കാരണങ്ങളാൽ നമുക്ക് നമ്മുടെ സംസ്ഥാന സമിതി ചേരുന്നതിന് അല്പം താമസം നേരിട്ടു. അത് അദ്ദേഹം സമ്മതിച്ചു. എന്നാലെങ്കിലും ചോദിക്കേണ്ടേ, എന്തുവാ സഖാവ് ഈ കാരണം? പക്ഷേ എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ചേരാതിരുന്നതെന്ന്. കാരണം ഈ യോഗം ചേർന്നാൽ ഉടനെ CPI എഴുന്നേറ്റ് നിന്ന് അത് ആവശ്യപ്പെടും. ഞങ്ങൾക്ക് ഉപനേതൃസ്ഥാനം, പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കിട്ടിയേ പറ്റൂ. CPM നേരത്തെ തന്നെ തീരുമാനമെടുത്തു, യാതൊരു കാരണവശാലും കൊടുക്കുകയായിരുന്നു. ഇനി ഈ രാജ്യത്ത് എന്ത് സംഭവിച്ചാലും ഈ ഉപനേതൃസ്ഥാനം ഞങ്ങൾ കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ചു. അത് കാരണമുണ്ട് കേട്ടോ. അവിടെ ഒരു മുറിയും ആഫീസും ഒക്കെ ഉള്ളത് നല്ല പ്രധാനപ്പെട്ട കാരണം. ഈ പ്രതിപക്ഷ നിരയിൽ ആദ്യത്തെ സീറ്റ് എന്ന് പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ഉള്ളപ്പോൾ അദ്ദേഹമായിരിക്കും, അല്ലെങ്കിൽ അവരായിരിക്കും ആ സീറ്റിൽ ആദ്യം ഇരിക്കുക. രണ്ടാമത്തേതാണ് പ്രതിപക്ഷ നേതാവിന്. ഈ ഉപനേതാവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ തൊട്ടടുത്ത സ്ഥാനത്ത് ഇപ്പോൾ ഈ ഉപനേതാവായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ബാലഗോപാലിന് ഇരിക്കാം. അദ്ദേഹത്തെ സ്പീക്കർ ഇതുവരെ ഉപനേതാവായിട്ട് അംഗീകരിച്ചിട്ടില്ല. നിയമസഭാ ചട്ടങ്ങളിൽ അങ്ങനൊരു പദവിയോ തസ്തികയോ ഇല്ല. എന്നാലും അദ്ദേഹം ഉപനേതാവായിട്ട് അങ്ങ് അഭിനയിക്കുക, അല്ലെങ്കിൽ അങ്ങ് പെരുമാറുകയാണ്. അതാ വേണമെന്ന് ഈ CPI പറയുന്നത്. അപ്പം പിണറായി വിജയൻ കഴിഞ്ഞ ഉടനെ നമുക്ക് ബാലഗോപാലിന് ഇരിക്കാം. ഇപ്പോൾ സഭ ചേരുമ്പോഴേ ചില കാര്യങ്ങളൊന്നും പിണറായി വിജയൻ അങ്ങനെ ഓർത്തൊന്നും വരത്തില്ല. അപ്പോൾ അത് ഓർപ്പിക്കാം, അദ്ദേഹത്തെ ഒന്ന് പ്രോംപ്റ്റ് ചെയ്യാം. അങ്ങനല്ലയോ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്? എൻ്റെ പൊന്ന് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് എന്തെടുത്ത് പറ, എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക എന്നാര് പറയേണ്ടി വന്നു? നമ്മുടെ ബാലഗോപാലൻ സഖാവിന് പറയേണ്ടി വന്നു. അപ്പോഴാണ് ചാടി എഴുന്നേറ്റ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്തൊക്കെയോ പറയുന്നത്. അതിപ്പോൾ K രാജൻ അവിടെ ഇരുന്നാൽ അത്രയും അങ്ങോട്ട് എഫക്റ്റീവ് ആകത്തില്ലല്ലോ. CPIയുടെ നേതാവല്ലേ. അതുമാത്രമല്ല, CPIയുടെ നേതാവ് പറയുന്നത് കേട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഓരോന്ന് പറയാനും പറ്റത്തില്ല. അതിന് ബാലഗോപാലൻ സഖാവ് അടുത്തിരുന്നാലേ പറ്റത്തുള്ളൂ. അതിനാണ് ഇത് വേണം 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 എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പം അവിടെ ഒരു മുറി 3ാമത്തെ നിലയിലാണ്, അവിടെ ഒരു മുറി ആഫീസും സംവിധാനമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? വേണേൽ കുറച്ച് സഖാക്കൾക്ക് അവിടെ പോയിരിക്കാം. ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരത്തെ പ്രതിപക്ഷ ഉപനേതാവിന് അവിടെ പോയിരിക്കാം. അതിനപ്പുറത്ത് അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങ് മുകളിലാണ് 3ാമത്തെ നിലയിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ CPIക്ക് അത് കിട്ടിയേ പറ്റൂ. CPM അതൊരു കാരണവശാലും കൊടുക്കത്തുമില്ല. നമ്മൾ വിചാരിക്കും ഈ CPI പോലുള്ള പാർട്ടി ഇങ്ങനെയൊക്കെ കടുംപിടുത്തം പിടിക്കാമോ, വാശി അരുതല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവരങ്ങനെയല്ല കേട്ടോ. അവർ വാശി എന്ന് പറഞ്ഞാൽ വാശിയാണ്. അവർ ചോദിക്കുന്ന കാര്യങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മാറിയുന്നു. ഒരുതരം പോയിക്കോട്ട്. താഴത്തെ മുറിയിൽ ഇരിപ്പുണ്ട്. CPI മന്ത്രിമാരെല്ലാം കൂടെ അന്നത്തെ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരൻ്റെ മുറിയിൽ ഇരിപ്പുണ്ട്. പക്ഷേ അങ്ങോട്ട് കയറിയില്ല. ക്യാബിനറ്റ് യോഗം നടക്കുന്നിടത്തോട്ട് ബഹിഷ്കരിച്ചു. അത് ഈ 67ലും ചെയ്തിട്ടുണ്ട്. അന്ന് M-നും TV-യും ഒക്കെയാണ്. അവർ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിരിക്കുന്ന ആ കാലത്ത് മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ചില പഴയ ചരിത്രങ്ങൾ പറയാനുണ്ട്. പണ്ടൊരിക്കൽ, സത്യം പറഞ്ഞാൽ വർഷം ഓർക്കുന്നില്ല, ഒരു രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മത്സരിച്ച് നമ്മുടെ വെളിയം ഭാർഗവനും കൂട്ടരും പിടിച്ചു വാങ്ങിച്ചില്ലയോ? CPIക്ക് ഒരു സീറ്റ് ഒന്ന് കിട്ടിയേ പറ്റുമെന്ന് കട്ടായം പറഞ്ഞ് പിടിച്ചു വാങ്ങിക്കുകയും ചെയ്തു. പിന്നെ ഈ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് PM ശ്രീ പദ്ധതി വന്നപ്പം കയറിയൊരു പിടി അങ്ങ് പിടിച്ചു. ഒന്ന് കൊളുത്തി പിടിച്ചു നമ്മുടെ CPI. അതായത് സത്യം പറഞ്ഞാൽ അതിൽ CPIയുടെ ഭാഗത്ത് വലിയ ന്യായം ഉണ്ടായിരുന്നു.
അത് BJPയുടെ ചില നയങ്ങൾ ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിയായിരുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ CPM എന്താ ചെയ്തത്? അന്ന് CPM ചെയ്ത് കുറച്ച് നെറികേടാ, അത് പറയാതെ പറ്റത്തില്ല. CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തില്ല, ഇടതുപക്ഷ മുന്നണിയുടെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തില്ല, എന്തിന് മന്ത്രിസഭാ യോഗത്തിൽ പോലും ചർച്ച ചെയ്തില്ല. പിണറായി വിജയനും നമ്മുടെ ശിവൻകുട്ടി മന്ത്രിയും കൂടെ ചേർന്നങ്ങ് തീരുമാനിച്ചു ഒരാളെ അങ്ങോട്ട് വിട്ട് കരാറിലങ്ങ് ഒപ്പിടിക്കാവുന്നു. അത് പുറത്ത് വന്നപ്പോൾ CPI കയറി അതിന്മേലെ ഒരു പിടിയങ്ങ് പിടിച്ചു. അപ്പം വലിയ സപ്പോർട്ട് കിട്ടി, മറ്റ് ഘടകകക്ഷികളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ സപ്പോർട്ട് കിട്ടിയപ്പോൾ അതിനകത്ത് വന്ന് ഈ CPMന് അല്പം പിൻവാങ്ങേണ്ടി വന്നു. CPM ഒന്ന് വഴങ്ങിക്കൊടുത്തു, അല്ലെങ്കിൽ കീഴടങ്ങി എന്ന് വേണേൽ പറയാം. ഇത് കണ്ടപ്പോൾ CPIക്ക് നല്ല മൂച്ചായി. ചേട്ടാ, ഞങ്ങൾ PM ശ്രീപതിയുടെ കാര്യത്തിൽ പിണറായിയും CPMനെയൊക്കെ മുട്ടുകുത്തിച്ചതല്ലയോ? അപ്പോൾ ഇത് ചോദിച്ചാൽ കിട്ടുമല്ലോ, കിട്ടാമല്ലോ. 2 സ്ഥാനമുള്ളപ്പോൾ ഒരെണ്ണം CPI ചോദിച്ചാൽ കൊടുക്കണമല്ലോ. അങ്ങനെ കയറി അങ്ങ് കടുപ്പിച്ചത്. പക്ഷേ CPM പറഞ്ഞ് തരത്തില്ല. അതുമാത്രമല്ല, ഇനി സംസ്ഥാന കമ്മിറ്റി LDFൻ്റെ ചേരണമെങ്കിൽ നിങ്ങൾ ഈ വിഷയം ഉന്നയിക്കില്ല എന്ന് പറയണം. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് സംസ്ഥാന കമ്മിറ്റി ചേരാം. ഏത്? LDFൻ്റെ. അങ്ങനെ ചേർന്നത്. മനസ്സിലായില്ലയോ? അതാ പറഞ്ഞ വലിയേട്ടന്മാരോട് കളിക്കുമ്പം കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവും, അല്ലേ പല്ല് പറഞ്ഞു പോവും. അതിൻ്റെ ഒന്നാമതൊരു ഉദാഹരണമാണ് ഇത്. സത്യം പറഞ്ഞാൽ CPI ഇന്നലത്തെ യോഗത്തിൽ അതിനെക്കുറിച്ച് മിണ്ടാതിരുന്നത് കണ്ടപ്പോഴേ NDAയിലെ ചില ഘടകകക്ഷികളെക്കുറിച്ചാണ് ഓർത്തത്. അവിടെ BJPയുടെ ഫണ്ട് അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞൊരു പരാതി നീക്കുക. പരാതിയൊക്കെ പാർട്ടിക്ക് കിട്ടി. അതിനെ തുടർന്ന് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു BJP. പക്ഷേ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ സാർ പറയുന്നത് അങ്ങനൊരു പരാതിയും കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു കമ്മിറ്റിയെ ഞങ്ങളെ വെച്ചിട്ടുമില്ല. അപ്പോൾ ചില ഘടകകക്ഷികൾ, ഈ കാമരാജ് കോൺഗ്രസ് എന്നൊക്കെ പറയുന്ന വലിയ ചില കക്ഷികൾ ഈ NDAയിലുണ്ടല്ലോ, അവർ പറഞ്ഞു ഇതൊന്നും ശരിയല്ല, നിങ്ങളുടെ പാർട്ടിയിലെ ഇതുപോലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യണം, നിങ്ങളത് ചെയ്യുന്നില്ല എന്ന് ആര് പറഞ്ഞു? കാമരാജ് കോൺഗ്രസ്. ഈ NDAയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. പക്ഷേ BJP അതിന് വല്ല പ്രാധാന്യവും കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതങ്ങനെ ഓരോരുത്തർ പറയും. NDA എന്ന് പറഞ്ഞാൽ BJPയാണ്. പിന്നെ ഈ കാമരാജ് കോൺഗ്രസ് ഒക്കെ പറയുന്നതിന് അവർ വല്ല പ്രാധാന്യം കൊടുക്കും എന്ന് പറഞ്ഞ പോലാണ് ഇവ CPMന് സംഭവിച്ചിരിക്കുന്നത്. CPI വലിയ കാര്യമായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. അവർ പറഞ്ഞ് LDF യോഗത്തിൽ വന്ന് മിണ്ടിയേക്കരുത്, പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം എന്ന് പറഞ്ഞ ഒരു ഒറ്റ അക്ഷരം അവിടെ ശബ്ദിച്ചേക്കരുത്. ശബ്ദിച്ചുമില്ല. അവരിന്നലെ ഈ 3 മാസത്തിന് ശേഷം ഭയങ്കര നാണക്കേടായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു ഇടതുപക്ഷ മുന്നണിയല്ലയോ, അതിൻ്റെ സംസ്ഥാന സമിതി പോലും ചേരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ചീത്തപ്പേരായിരുന്നു. ഏതായാലും അവർ ഇന്നലെ അത് ചേർന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. CPIയുടെ കാര്യം CPI മിണ്ടിയില്ല. പിന്നെ CPI മിണ്ടത്തില്ല, പിന്നെ വേറെ ആർക്കെങ്കിലും നിർബന്ധമുണ്ടോ CPIക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കിട്ടണമെന്ന്? ഇല്ലല്ലോ. പക്ഷേ അവരുടെ ഒരു തീരുമാനം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു കേട്ടോ. അതായത് LDF ഇപ്പം തീരുമാനിച്ചിരിക്കുക, സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ 100 ദിവസം പോലും തികഞ്ഞിട്ടില്ല. 100 ദിവസമൊക്കെ ആകുന്നതേ ഉള്ളൂ. അതുവരെ നമ്മൾ ഈ കൊച്ചു ചീള് കാര്യങ്ങൾ പറഞ്ഞ് സമരത്തിന് പോകണ്ട. പോയാൽ കുഴപ്പമാണ്. സതീശൻ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യട്ടെന്നേ. എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയെന്ന് നാട്ടുകാർക്ക് തോന്നുന്ന തരത്തിൽ എന്തെങ്കിലും സംഭവിക്കണമല്ലോ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ സമരത്തിനിറങ്ങാം. അല്ലാതെ ഇപ്പം ഏടുപിടിയെന്ന് ചാടി സതീശനെതിരായിട്ട് സമരത്തിന് പോകുന്നത് ശരിയല്ല എന്നൊരു തീരുമാനമാണ് LDFൻ്റെ യോഗത്തിലുണ്ടായിരിക്കുന്നത്. പക്ഷെ പിണറായി വിജയൻ പറഞ്ഞത് ഒന്നുമല്ല. പിണറായി വിജയൻ പറഞ്ഞത് നമുക്ക് ഏറ്റവും അടുത്ത ആസന്ന ഭാവിയിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് നമ്മൾ സമരപരിപാടികളുമായിട്ട് ഇറങ്ങണം എന്നാണ് പിണറായി വിജയൻ, അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാൻ LDFൻ്റെ, അദ്ദേഹം ആ നിലപാടാണ് എടുത്തത്. പക്ഷേ യോഗ തീരുമാനങ്ങൾ വിവരിച്ച TP രാമകൃഷ്ണൻ കൺവീനർ അദ്ദേഹം പറഞ്ഞു ഞങ്ങളൊരു മധുവിധുക്കാലം ഈ ഗവൺമെൻറ്റിന് കൊടുക്കാൻ തീരുമാനിച്ചു. ജനവിരുദ്ധമായ കാര്യങ്ങൾ എടുത്താൽ ഞങ്ങൾ സമരത്തിന് ഇറങ്ങും, പക്ഷേ ഞങ്ങളൊരു ശകലം തിരുത്താൻ സമയം. അതാണ് ഈ CPMൻ്റെ എപ്പോഴത്തെ ലൈൻ. തിരുത്തണം, തെറ്റുപറ്റും തിരുത്തണം. സതീശൻ സർക്കാരിന് തെറ്റുപറ്റിയാൽ അവർ തിരുത്തണം, തിരുത്തിയില്ലേ ഞങ്ങൾ തിരുത്തിപ്പിക്കും. അവർക്കിനി ഈ പാർട്ടിയിൽ കുറേ തിരുത്തലുകൾ വരുത്താനുണ്ട്. ഇപ്പോൾ എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി ചേരുക കോഴിക്കോട്. എന്താണേലും പാർട്ടിയിലെ തിരുത്തൽ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സർക്കാരിനെ തിരുത്താനിറങ്ങും. അതിനുവേണ്ടി ഞങ്ങളൊരു ചെറിയ സമയമെടുക്കുക, ഒരു ചിന്ന ബ്രേക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ പാർട്ടി ഒന്ന് സ്വയം തിരുത്തപ്പെട്ടതിന് ശേഷം എങ്ങനെയാണ് തിരുത്തുക എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ തോൽവിയുടെ കാരണക്കാർ വെച്ച് കെട്ടി പോവുക വേണ്ടത്.
ലാൽ സലാം പറഞ്ഞ് പാർട്ടിയിലെ നേതൃപദവികളൊക്കെ ഒഴിഞ്ഞു പോകണം. അതൊന്നും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. എന്താണേലും സർക്കാരൊന്ന് തിരുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവരെ തിരുത്താൻ രംഗത്ത് വരും. അതാണിപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം. നല്ല തീരുമാനമാണ്. ഇടയ്ക്ക് വെറുതെ ആവശ്യമില്ലാതെ കുറേ ഒച്ചപ്പാടുണ്ടാക്കി LDF. ഇവിടെ അടിയന്തരാവസ്ഥ വന്നു എന്നൊക്കെ പറഞ്ഞെന്നേ. പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ എഴുതിയിരിക്കുക അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന്. ശരി, നമ്മളൊക്കെ പേടിച്ചു പോയി ഇത് കണ്ടപ്പോൾ. ഇവിടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എവിടെ നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോഴാണ് അറിഞ്ഞത് ഈ ഫേസ്ബുക്കിലും അതുപോലെ ചില സോഷ്യൽ മീഡിയയിലുമൊക്കെ സതീശൻ സർക്കാരിനെതിരായിട്ട് ചില പോസ്റ്റുകളോ ചില വാർത്തകളോ ഏതോ ചില ചാനലുകൾ തയ്യാറാക്കിയ കാർഡുകളോ ഒക്കെ വന്നു. അത് സതീശൻ ഇടപെട്ടു. ഉടനെ മെറ്റയെ വിളിച്ച് പറഞ്ഞു ഇത് മാറ്റിക്കോണം, അല്ലെങ്കിൽ കളി മാറും, ഇത് മാറ്റിക്കോണമെന്ന് പറഞ്ഞു. പ്രസ് സെൻസർഷിപ്പ് അതാണല്ലോ, വാർത്തകളെ തമസ്കരിക്കുക. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, വാർത്തകൾ അതിനെ ഇല്ലാതാക്കുക, പിൻവലിപ്പിക്കുക. എന്തൊരു പുകിലായിരുന്നു. ചില CPM ഗ്രൂപ്പുകളിൽ അവരുടെ ഹാൻഡിലുകളിൽ അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥ സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ പേടിച്ചു പോയി. വന്നോ വീണ്ടും അടിയന്തരാവസ്ഥ എന്നൊരു ചിന്തയായിപ്പോയി. പക്ഷേ ഇപ്പോൾ അതാ വന്നിരിക്കുന്നു. ഇതൊന്നും സതീശൻ പറഞ്ഞിട്ടൊന്നും മാറ്റിയതല്ലെന്ന് മെറ്റ തന്നെ പറയുക. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഉടമസ്ഥർ പറയുക. അത് ചില സാങ്കേതിക കാരണങ്ങളാലാണ്, അല്ലാതെ ഇത് സതീശൻ പറഞ്ഞിട്ടൊന്നും അല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് മാറ്റിയെന്ന് പറഞ്ഞ ചില സാധനങ്ങൾ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ ഓരോരോ കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞങ്ങളൊന്ന് നോക്കി, പക്ഷേ അങ്ങോട്ട് പ്രയോജനപ്പെടുന്നില്ല. സതീശൻ അങ്ങോട്ട് വഴങ്ങുന്നില്ല കേട്ടോ. പക്ഷേ എത്ര കാലത്തേക്കാ? അതാണ് പിണറായി വിജയൻ്റെ പ്രശ്നം. എത്ര കാലത്തേക്കാണ് സമരമില്ലാതെ ഇരിക്കുക? 1969 അന്നത്തെ EMF സർക്കാർ വീണു. CPI, RSP, മുസ്ലിം ലീഗ്, സോഷ്യലിസ്റ്റ് പാർട്ടി മുതലായ പാർട്ടികൾ ചേർന്ന് കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും, അവർക്കന്ന് 9ഉം 5ഉം സീറ്റേ ഉള്ളൂ, പക്ഷേ അവരുടെയും കൂടെ പിന്തുണ വാങ്ങിച്ചുകൊണ്ട് അച്യുത മേനോനെ മുഖ്യമന്ത്രിയാക്കി. രായ്ക്ക് രാമാനൻ ഡൽഹിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു. രാജ്യസഭാംഗമായിട്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇവിടെ മുഖ്യമന്ത്രിയാകാൻ. നമ്മുടെ MN TVയും ശ്രീകണ്ഠൻ നായരും കൂടെ ചേർന്ന് നിർബന്ധിച്ച് മുഖ്യമന്ത്രിയാക്കി. ഇത് CPM ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചേട്ടാ ഞങ്ങൾ രാജിവെച്ചാൽ പോയി പുതിയ തെരഞ്ഞെടുപ്പ് വരും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി. അന്ന് സത്യം പറഞ്ഞാൽ അന്നുണ്ടായ ഒരു ഫ്രസ്ട്രേഷൻ, അന്നുണ്ടായ ഒരു നിരാശ. അന്ന് AK ഗോപാലനും EMSും പറഞ്ഞു ഈ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഒരു വെടിവെപ്പോ ലാത്തിച്ചാർജോ നടക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ സമരരംഗത്തേക്ക് ഇറങ്ങുന്നു. കുറേയൊക്കെ ശരിയായി കേട്ടോ. കുറേ വെടിവെപ്പൊക്കെ ഉണ്ടായി, ലാത്തിച്ചാർജൊക്കെ ഉണ്ടായി. പക്ഷേ അച്യുതമേനോൻ ആ കാലാവധി പൂർത്തിയാക്കി. പിന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്തു. എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും സതീശന് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ചേട്ടാ ഈ അധികാരത്തിൻ്റെ ആ പ്രഭാവലയം അങ്ങോട്ട് നഷ്ടപ്പെട്ടപ്പോഴത്തേക്കേ പിണറായി വിജയനും കൂട്ടർക്കൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സങ്കടം, ഫ്രസ്ട്രേഷൻ വല്ലാത്തതാണെന്നേ. നമുക്കിപ്പം 40 വണ്ടിയുടെ അകമ്പടിയുണ്ടോ? അതിൻ്റെ ഒരു അധികാര പ്രകടനം അതില്ലല്ലോ. നമ്മളിപ്പം സാധാരണ ആളുകളെ പോലെ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് തീവണ്ടിയെ കയറി യാത്ര ചെയ്യുന്നു. പണ്ടൊരു ബസ്സേ കയറാൻ സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത ആളുകളാണ്. അതിനുവേണ്ടി പ്രത്യേക ലിഫ്റ്റ് ഉണ്ടാക്കിയ ആളുകളാണ്. ബസ്സിൽ ഒരു ആഡംബര ബസ്സേ കയറാൻ ലിഫ്റ്റ് ഉണ്ടാക്കിയ ആളുകളാണ്. ഇവ സാധാരണ മനുഷ്യന്മാരെ പോലൊക്കെ നടക്കേണ്ടി വരുന്നു. പഴയ അധികാരങ്ങളും സൗഭാഗ്യങ്ങളും ഒന്നുമില്ല. ആശ്രിത വൃന്ദം ചുറ്റുമില്ല. അതുമാത്രമാണോ, മകളുടെ മാസപ്പടി കേസുമായിട്ട് ബന്ധപ്പെട്ട് CPMലെ ചില നേതാക്കന്മാരെ കയറി റെയ്ഡ് ചെയ്യുന്നു. ഇതൊക്കെ അധികാരത്തിൽ നിന്ന് പുറത്തു പോയതിൻ്റെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എത്രയും വേഗം സമരരംഗത്തേക്ക് ഇറങ്ങി പിടിക്കണം, അധികാരം തിരിച്ചു പിടിക്കണമെന്നാണ് പിണറായിയുടെയും മറ്റും ആഗ്രഹമെങ്കിലും ഇപ്പം അങ്ങനെ അല്ല തീരുമാനം വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞ ഒരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സതീശൻ സർക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ യാതൊരു സംശയവും വേണ്ട, അത് തിരുത്തിക്കാനുള്ള അധികാരം, വലിയ അവകാശം പ്രതിപക്ഷത്തിനുണ്ടെന്നേ. ഇല്ലെന്ന് ആര് പറഞ്ഞു? സമരം ചെയ്യാം, പ്രതിഷേധിക്കാം, പക്ഷേ എന്തെങ്കിലും കാര്യമായ കാരണം വേണ്ടായോ? നാട്ടുകാർക്ക് ബോധിക്കണ്ടായോ നമ്മൾ ഈ സമരത്തിന് ഇറങ്ങിയത് ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയാണെന്ന്? അങ്ങനെ ഒരു തോന്നലുണ്ടാകണ്ടായോ? അതുകൊണ്ടാണ് ഇപ്പോൾ തീരുമാനിച്ചത് തൽക്കാലം ഒന്ന് അടങ്ങാമെന്ന്. നമ്മൾ ഈ വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞതാണ്, പൊടിക്കൊന്ന് അടങ്ങ്. ഈ വന്ദേമാതരം പ്രശ്നം വന്നപ്പോൾ ചീഫ് സെക്രട്ടറി എന്തോ ഒരു ഇണ്ടാസ് താഴോട്ട് അയച്ചു എന്നും പറഞ്ഞു. എന്തോ ഒരു പുകിലായിരുന്നു. 14-ാം തീയതി പത്രക്കാരെ കാണുമ്പോഴും നമ്മുടെ ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? BJPക്ക് കീഴടങ്ങി, BJPക്ക് കോൺഗ്രസ് കീഴടങ്ങിയിരിക്കുന്നു. പക്ഷേ എന്താ സംഭവിച്ചത്?
കേരളത്തിൽ ഒരു ഔദ്യോഗിക പരിപാടിയിലും സെൻട്രൽ സ്റ്റേഡിയത്തിൽ സതീശൻ മുഖ്യമന്ത്രി പതാക ഉയർത്തിയ ചടങ്ങടക്കം ഓരോ ജില്ലാ തലസ്ഥാനങ്ങളിലും നടന്ന പരിപാടികളടക്കം ഒരു ഔദ്യോഗിക പരിപാടിയിലും വന്ദേമാതരം പാടി പോലുമില്ല. 2 ചരണം പാടാവുന്നതാണ്, പാടി പോലുമില്ല. പാടിയില്ലെങ്കിൽ ഇവിടെ ഏതാണ്ട് സംഭവിച്ചുകളെയൊന്നും BJPയുടെ ഒരു നേതാവ് പ്രഖ്യാപിച്ചതാണ്. കേരളം തിരിച്ചു വെക്കുമെന്നൊക്കെ പറഞ്ഞതാണ്. കേരളമൊന്നും തിരിച്ചു വെച്ചൊന്നുമില്ല, അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞൊന്ന് പൊടിക്കടങ്ങ, ഈ സ്വാതന്ത്ര്യദിനം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പറയാം. നമ്മൾ പറഞ്ഞുകൊണ്ടൊന്നുമല്ല കേട്ടോ, പക്ഷേ അവർക്ക് മനസ്സിലായി കാര്യമായ കാരണങ്ങളില്ലാതെ സർക്കാരിനെതിരായിട്ട് പ്രതിഷേധിക്കാൻ പോയാൽ ജനങ്ങൾ സമ്മതിക്കുന്നത്. ഇപ്പം ജെൻസി കാലമാണെന്നേ, ചെറുപ്പക്കാർ പിള്ളേരെ അവർ നമ്മളാരും കാണുന്ന പോലെയല്ല കാര്യങ്ങളെ കാണുന്നത്. കാരണം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. പിന്നിപ്പോൾ വേണമെങ്കിൽ AICC ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തപ്പോൾ ഇത് പാടിയെന്നും അവിടെ എന്തോ ഒരു അബദ്ധം പറ്റി അത് മുഴുവൻ പാടിയെന്നും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാമെന്നല്ലാതെ അത് ഈ ബേബി സഹാവൊന്നും സമ്മതിക്കുന്നില്ലല്ലോ. അതൊരു ഇഷ്യൂ ആക്കാമെന്ന് വിചാരിച്ച ബേബി സമ്മതിക്കണ്ടേ? ബേബി സഹാവ് കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞത്, ഈ ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് ഈ മുഴുവൻ പാട്ടും ഗായക സംഘം അറിയാതെ പാടുന്നത് കണ്ടപ്പോൾ സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയൊക്കെ അതിലൊന്ന് ഇടപെട്ടു. അത് വലിയ അവമാനമായി പോയി. രാജ്യത്തെ അവമാനിക്കുകയാണ്, വന്ദേമാതരത്തെ അവമാനിക്കുകയാണ്, ഭരണഘടനയെ അവമാനിക്കുകയാണ്, അല്ലെങ്കിൽ ലംഘിക്കുകയാണ്. അതുകൊണ്ട് സോണിയാഗാന്ധിക്കെതിരെ നടപടിയെടുക്കണം, ഖർഗെയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് BJP വന്നപ്പോഴേ ബേബി സഹാവ് എന്താ പറഞ്ഞത്? അതിന് ഒരു കാര്യവും ഇല്ലെന്ന്. സോണിയാഗാന്ധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബേബി സഹാവ് ഡൽഹി പറയുക എന്ത് ചെയ്യുമെന്ന് പറ. അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിച്ചപ്പോൾ ഉണ്ടായൊരു തീരുമാനമാണ് ഒരല്പകാലത്തേക്ക് നമുക്ക് ഈ സമരം ഒന്ന് നിർത്തിവെക്കാം എന്നുള്ളത്. എന്തായാലും CPM-നോടൊരു അപേക്ഷയുണ്ട്. നിങ്ങളെന്താണേലും വലിയ പാർട്ടിയാണ്, 26 സീറ്റേ കിട്ടിയുള്ളൂ. അത് ഈ തെരഞ്ഞെടുപ്പ് പോലെ അങ്ങനെ സംഭവിച്ചു പോയി. എന്നാലും നിങ്ങളൊരു വലിയ പാർട്ടിയാണല്ലോ. CPI-യോട് കുറച്ചൊക്കെ ഒരു പരിഗണന. അവർ കൂടുതലൊന്നും ചോദിച്ചില്ലല്ലോ, പ്രതിപക്ഷ നേതൃസ്ഥാനമൊന്നും ചോദിച്ചില്ലല്ലോ. ആ ഉപനേതൃസ്ഥാനം അങ്ങനെ ഒരു പദവി ഉണ്ടെങ്കിൽ അതങ്ങ് അവർക്ക് കൊടുക്കണ്ടേ? അവരതുകൊണ്ടങ്ങ് തൃപ്തരാകുന്നെങ്കിൽ അങ്ങനെ ആകട്ടെ.